ഞാൻ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇടാൻ പോകുന്ന നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് ഞാൻ ഹൈമാവതിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വെണ്ണ കാച്ചലാണ്. തലയിൽ മുടി കൊഴിച്ചൽ, താരൻ, പിന്നെ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ്. കുറച്ച് മരുന്നുണ്ട്. അതെല്ലാം കൂടി ഇതൊരു ഉരുളി ഇതിലാണ് കാച്ചൽ. ഉരുളി ഇതിലാണ് കാച്ചൽ. ഇത് പൂവ്, ചെമ്പരത്തി പൂവ്. ഇത് കുറുക്കല ചപ്പ്. പിന്നെ ഇത് ചെമ്പരത്തി ചപ്പ്. പിന്നെ ഇത് കരിവേപ്പില. ഇത് ഉലുവ. ഇത് കറ്റാർവാഴ. ഇത് 2 ചപ്പ് വേപ്പിൻ ചപ്പ്. ഇത് തുളസി, 2 തരം തുളസിയായി. തുളസി ചപ്പ്, ചുവന്ന തുളസിയും വെള്ള തുളസി രണ്ടുമാണ്. ഇത് വെളിച്ചെണ്ണ. ഞാനൊന്ന് കാച്ചാൻ നോക്കട്ടെ. ഇത് പിന്നെ ഇത് എണ്ണ ഇതിലേക്കിട്ടെ. ഇത് 500 എണ്ണയുള്ളത്. 500 വെള്ളം 1 ലിറ്റർ ആ കൈ ഇറങ്ങി കുറച്ചും കൂടി എണ്ണ തൊടാം അതിനകത്ത്. ഇത് പിന്നെ കുറച്ചും കൂടി തൊടാം. ഇതിപ്പോൾ ഇതിലുള്ള സാധനത്തിൻ്റെ സാധനം അനിച്ചാൽ ഒന്നും കൂടി ഞാൻ പറയാം. കറ്റാർവാഴ, ചെമ്പരത്തി ചപ്പ്, ചെമ്പരത്തി പൂവ്, കരിവേപ്പില ചപ്പ്, തുളസി ചപ്പ്, 2 തരം തുളസീൻ്റെ ചപ്പ്, കറ്റാർവാഴ. ഈ സാധനങ്ങളെല്ലാം ഇതിവിടെ അരച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇത് 500 വെച്ച് ഞാൻ 500 200 കൂടി തൊട്ടേക്കാം. ഒരു 200 കൂടി തൊട്ടു. ഒരു 700 വെളിച്ചെണ്ണ. 700 കാച്ചിയാൽ 700 ഉണ്ടാവില്ല, ഒരു 650 ഉണ്ടാവും. ഇനി ഇത് അടുപ്പത്ത് വെക്കാം. വറ്റിക്കട്ടെ, തീക്ക് പറ്റേ. ഇനി ഇത് അടുപ്പത്ത് വെക്കാം. ഇത് അടുപ്പത്ത് വെച്ചു. ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഇളക്കണം. കുറേ സമയം ഇളക്കിക്കൊണ്ട് വെക്കണത് വെക്കാറുണ്ട്. ഇതിങ്ങനെ ഇളക്കലാക്കണം. അടിക്ക് പിടിക്കാൻ പാടില്ല. ഇത് വയ്യ ആവുന്ന രീതിയിൽ വെള്ളം വെച്ചിരുന്നവരെ അടുപ്പത്ത് തന്നെ വെക്കണം. ഇത് ഇപ്പുറത്ത് തന്നെ വെക്കാം. അപ്പുറത്തേക്ക് കുറച്ച് തീ കുറവ്. കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കാം. ഇളക്കണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് കൊടുക്കണം. പറിച്ച് വറ്റുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലൊരു എണ്ണയാണ്. ഞാൻ കുറേ കാലം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് തേച്ചതാണ്. ഇത് പിന്നെ കറ്റാർവാഴയും ഇതെല്ലാം കൂടിയിട്ട് തേച്ച് നല്ല തണുപ്പിടാൻ നല്ല ഉറക്ക് കിട്ടും. ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കുടിച്ച് കഴിയുമ്പോഴേക്കന്നെ നമ്മുടെ തലക്ക് നല്ലൊരു തണുപ്പും വരും. നല്ല സുഖമായിട്ട് ഉറക്ക് വരും. ഉറക്കില്ലാഞ്ഞാൽ ഉറക്കിന് നല്ല എണ്ണയാണ്. പിന്നെ താരൻ ഇതിനകത്ത് ഉരുണ്ടി പോലെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. തല ചൊറിഞ്ഞിട്ട് ഇപ്പം എനിക്കങ്ങനെ തല ചൊറിഞ്ഞ് വരുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് ആക്കി വരും. ഇത് എല്ലാവർക്കും ഇത് തേച്ച് നോക്കിയാൽ നല്ല റിസൾട്ടുള്ള എണ്ണ തന്നെയാണ്. ഞാൻ കുറേ കാച്ചി നല്ല പച്ച കളറായിട്ട് വരും എണ്ണ. നല്ല പാകത്തിൽ എടുക്കണം. ഇത് കൂടുതൽ മൂത്ത് പോകാൻ പാടില്ല. വെള്ളം പാകമാകണം. പാകത്തിലുള്ള അതിൻ്റെ പാകം വരെ നല്ല ഉരുട്ടി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കക്കം ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുട്ടി കിട്ടണം. ആ തരത്തിലായാലും മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെ തിളച്ച് വന്നില്ല. കളക്കാൻ നോക്കുന്നുണ്ട്. കളക്കണം വേഗം.
ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കോണ്ട് നിൽക്കണം കുറേ സമയം. ഇത് വെള്ളം പറ്റുന്ന ഇപ്പം ഇതിൽ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഉണ്ടാവും. പിന്നെ ഒരു 700 വരെ വെള്ളവും തൊട്ടിട്ടുണ്ട്. ഒരു 700 വെള്ളവും ഒരു 700 വെളിച്ചെണ്ണയാണ് ഇപ്പം തൊട്ടിട്ടുള്ളത് അടക്കം. അതുകൊണ്ട് അതിപ്പോൾ ആ 700 ആയിട്ട് അതുപോലെ ഈ എണ്ണ മാത്രം തിരിഞ്ഞിട്ട് വരണം. ഇതിൻ്റെ ഉള്ളിൽ ആ മരുന്നിൻ്റെ അത് കക്കായിട്ട് വരും. അത് വേറെ തന്നെ ഉണ്ടാവും കുറേ. അത് വേറെ തന്നെ തിരിഞ്ഞ് വരണം. ഇതിങ്ങനെ ഇളക്കിക്കോണ്ട് നിൽക്കണം. ഉള്ളിൽ തന്നെ വെച്ച് ഇളക്കിക്കോണ്ട് നിൽക്കണം. തള വരുന്ന നല്ല തുള്ളി വരുന്നുണ്ട്. നല്ല വേഗം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ആയിക്കോളും. വേഗമാവും. ഈ വെള്ളം വറ്റണം. അതിൻ്റെ ആ കാട്ടി ഞാൻ ഒഴിച്ച വെള്ളം തേച്ച് ഇതിനകത്ത് വറ്റി ഇതിങ്ങനെ ആക്കണം. ഞാനിത് പിന്നെ ഇതിങ്ങനെ എല്ലാം കാച്ചി നോക്കിയതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ ഇളക്കി മുടി നല്ല മുറ്റി വരും. ഇപ്പം എൻ്റെ തലയോടെല്ലാം കാണുന്നു. ഇത് വെണ്ണ തേച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് മുടി ഒരുപോലെ വളർത്തിട്ട് ഇത്ര നീളത്തിൽ ഇങ്ങനെ വരും. പുറത്തേക്ക് കാണും ഞാൻ. പിന്നെ മുടി അങ്ങനെ ആകാരം നരാന്ന് വെച്ചാൽ ആദ്യമേ തേക്കുന്നവർക്ക് ഇത് നരക്കൂല. ഈ നരച്ചവർക്ക് നല്ല മുടി നരച്ചവർക്ക് പിന്നെ കുറച്ച് കളറ് കിട്ടുന്നല്ലാണ്ട് അധികം വെളുത്തു പോവില്ല. അത്രയേ ഉള്ളൂ. മറ്റ് ഈ പിന്നെ പരിവുണ്ടായാലും എനിക്ക് ഇല്ലാതെ ഉള്ളതല്ലാണ്ട് ഇല്ലാത്ത പറയില്ല. നര കറക്കും, കുറച്ച് കറക്കും. വെറും വെള്ളയാവില്ല. ആ വെള്ളയാവുന്നത് അമ്മേൻ്റെ തന്നെ ശരിക്ക് നല്ലോണം നരച്ചതാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് ദിവസം കാണിച്ചു തരാം. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒരു ദിവസം വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇനി അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച തേച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് കാണിച്ചു തരാനാവില്ല. എന്താ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നല്ല പതിയും വരുന്നു. നല്ല ഇങ്ങനെ ഉണ്ടാവും. നല്ലോണം പതച്ച് വരുന്ന നല്ല വറ്റി വരുന്നിപ്പോൾ ഇതുപോലെ വറ്റുന്നുണ്ട്. നല്ല ഇതായിരുന്നു. ഇതാ നല്ലപോലെ ആവുന്നുണ്ട്. നല്ലപോലെ ഇളക്കണം. ഇളക്കൽ ഒരു നിമിഷം പോലും തെറ്റാൻ പാടില്ല. ഇളക്കൽ തെറ്റിക്കഴിഞ്ഞാൽ ഇത് പോയി പോകും. ഇളക്കൽ തെറ്റിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണക്ക് കേടുവരും. ഗുണം കിട്ടൂല. അതിൻ്റെതായ ഗുണം കിട്ടണമെങ്കിൽ എണ്ണക്ക് നല്ല ഇത് കിട്ടണം. എന്നാലും മാത്രമേ കിട്ടുള്ളൂ ഗുണം. ആയില്ല, അതിൻ്റെ പദം നിൽക്കണം. അത്രയായി അത് വരുന്നു. ഇത് നല്ലൊരു റിസൾട്ടിൻ്റെ ഒരു എണ്ണയാണ്. പിന്നെ നമ്മുടെ സ്വന്തം എടുക്കാൻ പോകുമ്പോൾ കുറച്ചേ പണിയെടുക്കും. നമ്മളിപ്പം ഇത് മേടിക്കൽ കാച്ചിട്ട് വിൽപ്പനക്ക് കൊടുത്താൽ പുഴയിൽ കാച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് പുഴ കൊടുക്കുന്ന പൈസ കിട്ടും. അത് എനിക്ക് പിന്നെ കഴിയാതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഇങ്ങനെയുള്ളൊന്നും എടുക്കാനും പോകാനൊന്നും കഴിയാറില്ല, ആവുന്നില്ല എനിക്ക്. അതുകൊണ്ട് എനിക്കത് പറ്റാവുന്ന തരത്തിൽ കുറേശ്ശെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സിന് സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നു. അതേപോലെ നിങ്ങളെല്ലാവരും നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക. കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ ഇത് നോക്കിയിട്ട് എന്നാലും അതിൻ്റെ റിസൾട്ട് ചെയ്യും. എണ്ണ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല മണം തന്നെ അടിക്കും. നല്ല മണം വരുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു മണമാണ് കേട്ടാലും നല്ല. അളവാനായി എണ്ണ വെള്ളം പൊട്ടുന്നുണ്ട്. ആ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഇത് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കി തന്നെയാണ്. ഇതാരും പറഞ്ഞു നിൽക്കുന്നതല്ല. ഇത് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ട് വരുന്നത്.
അതുകൊണ്ടാണ് ഞാനിത് പിന്നെ ആവാനായി നല്ല കറുപ്പ് വരുന്നുണ്ട്. വെള്ളം പൊട്ടൽ നിൽക്കാൻ പോകുന്നുണ്ട്. പത നിന്നു, അല്ല വെള്ളം പൊട്ടൽ നിന്നു. വെള്ളം പൊട്ടൽ നിൽക്കാൻ പോകുന്നില്ല. ആയി വെള്ളം പൊട്ടി നിന്നു. വെള്ളം പൊട്ടൽ നിന്നു. ഇനിയിപ്പോൾ ഇത് ചൂടോടെ തന്നെ നമ്മളിത് അരിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇതിനകത്ത് വെളിച്ചെണ്ണ ഇതിൻ്റെ അടിയിലെ വേസ്റ്റ് കുടിക്കും. ആ വേസ്റ്റ് കുടിച്ചാൽ ആ വേസ്റ്റ് എടുത്തിട്ട് നമുക്കിപ്പം പിന്നെ മേല് തേച്ചാൽ നല്ല മണ്ണെല്ലാം പോകും. ശരിക്കും മേലിങ്ങനെ അത് ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ട് മേലിങ്ങനെ തേച്ച് കുടിച്ചാൽ നല്ല എണ്ണ ഉണ്ടാവും. അത് പോയിട്ട് കളയണ്ട, അതും കളയണ്ട. ഇനിയിപ്പോൾ ഇത് ഇതിനകത്തേക്ക് മാറ്റാം. ഇതിലേക്ക് മാറ്റാം. അത് ഉരുളി ആയതുകൊണ്ട് പൊള്ളിപ്പോയെങ്കിലും വെച്ചിട്ടാണ് താഴെ വെക്കുന്നത്. താഴെ വെക്കണ്ട, ഇത് തന്നെ വെക്കാം. വെക്കാം. നല്ല പാട്ടോടെ നല്ല ഒരു കളറിൽ എണ്ണയാണ്. നല്ല എന്നാ പറയേണ്ടത്, നല്ല അടിപൊളി എണ്ണയാണ്. നല്ല അടിപൊളി എണ്ണ. ഉരുകിപ്പോയല്ലോ. അയ്യ, ഇതുകൂടെയാക്കി. കുറച്ച് തണിയാൻ സമയമില്ല. അതുകൊണ്ട് ഇത് വേഗം ഉരുട്ടി വയ്യ അരിക്കാം. ചെറിയ അരിപ്പണ്ടി അരിക്കാം. ഈ എണ്ണേൻ്റെ കളർ കണ്ടോ? ഇതാ നല്ല കളറാണ്. ഇതിപ്പം നല്ല പച്ച കളറാണ് കേട്ടോ. നല്ല അടിപൊളി കളറാണ്. ഇതാ നല്ല എണ്ണ, നല്ല പച്ച കളറിലുള്ള എണ്ണയാണ്. ഇതാ നോക്ക്, നല്ല കറുപ്പും പച്ചയായിട്ടുള്ള കളറാണ്. ഇതാണ് എണ്ണ കണ്ടോ? കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ? നല്ല എണ്ണയാണ്. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും ആക്കി നോക്കണം, കാച്ചി നോക്കണം. എന്നിട്ട് ഈ എണ്ണ ഇന്നെല്ലാവരും ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ കൊണ്ടുപോയി ഇഷ്ടപ്പെട്ടു. നാളെ ഞാൻ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ആ എണ്ണ ഞാൻ കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം. നാളെ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ എണ്ണ കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് പൊട്ടിപ്പോകുന്നറിയില്ല.